വയനാട്ടിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടി ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ പ്രതികരിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അനൂപ് കെ.ആർ വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഈ നിലയ്ക്ക് തന്നെ റോഡ് ഷോ മുന്നോട്ട് പോകുമെന്ന സൂചനകൾ നമ്മൾ രാവിലെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിലയ്ക്കും ലീഗിന്റെ കൊടി ഉപയോഗിക്കില്ല എന്ന നിർബന്ധത്തിലാണ്. അതിനുവേണ്ടി കോൺഗ്രസിന്റെ കൊടി ഉപേക്ഷിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളിലും ഇപ്പോൾ വ്യക്തതയില്ല. പൗരത്വ നിയമത്തെക്കുറിച്ച് ഉൾപ്പെടെ ഒന്നും മിണ്ടാതെയാണ് രാഹുലിന്റെ വയനാട് റോഡ് ഷോ പുരോഗമിക്കുന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസ് കൊടികൾ ഒഴിവാക്കി നടന്ന പ്രചാരണ പരിപാടിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ വിശദീകരണങ്ങളൊന്നും രാഹുൽ ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം വന്യജീവി സംഘർഷം പോലുള്ള പതിവ് വാഗ്ദാനങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. വന്യജീവി സംഘർഷം ഒരു സങ്കീർണ പ്രശ്നമെന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 2019 രാഹുൽ ഗാന്ധി നടത്തിയ അതേ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ താൻ ഇടപെടാൻ പ്രതിജ്ഞാബദ്ധനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ രാത്രിയാത്രാ പ്രശ്നം അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ രാത്രിയാത്രാ പ്രശ്നം, അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി കർണാടകയിൽ ഉൾപ്പെടെ 3 തലങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴും ഈ പ്രശ്നത്തിൽ ഇടപെടാതിരുന്ന ഒരു ചരിത്രം വിസ്മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇത്തവണയും ബലൂണുകളുമായാണ് രാഹുൽ ഗാന്ധിയെ പ്രവർത്തകർ എതിരേറ്റത്. ഈ കഴിഞ്ഞ തവണ പത്രികാ സമർപ്പണത്തിന് ശേഷം വീണ്ടും ഈ പ്രചാരണ പരിപാടികൾക്കെത്തിയ രാഹുൽ ഗാന്ധിയെ കൊടികളും മറ്റുമായി എതിരേൽക്കാമെന്നുള്ള ഒരു പ്രവർത്തകരുടെ ഒരു ആവേശം ഏതായാലും കഴിഞ്ഞ ദിവസം എത്തിയ ഔദ്യോഗിക നിർദ്ദേശത്തോടുകൂടി പാഴായി. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ കൊടികൾ വേണ്ടെന്നൊരു ഔദ്യോഗിക നിർദ്ദേശം തന്നെ കീഴ്ഘടകങ്ങൾക്ക് UDF നൽകിയിരുന്നു. ഏതായാലും അതിലുള്ളൊരു കടുത്ത അതിർത്തി ലീഗിന്റെ ഉൾപ്പെടെയുള്ള ഒരു കടുത്ത അതിർത്തി നിലനിൽക്കുന്നുണ്ട്. അത് ഈ റോഡ് ഷോയിലും പ്രകടമായി എന്നുള്ളതാണ്. പതിവ് പ്രകടനങ്ങളിലെ ആൾക്കൂട്ടം, രാഹുലിന്റെ പ്രചരണങ്ങളിലെ ആൾക്കൂട്ടം ഏതായാലും ഇത്തവണ ബത്തേരിയിൽ ഉണ്ടായില്ല. അല്പസമയത്തിനകം പുൽപ്പള്ളിയിലും പിന്നീട് മാനന്തവാടിയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കേരളം ഉൾപ്പെടെ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെയായിരുന്നു രാഹുലിന്റെ റോഡ് ഷോയിലെ പ്രസംഗങ്ങൾ. പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു വാക്കുപോലും രാഹുലിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടില്ല. വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആവർത്തിക്കുകയും ചെയ്തു. താൻ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് നിരന്തരം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മറ്റും കത്തെഴുതുന്നുണ്ടായിരുന്നു എന്നാണ് വിഷയത്തിൽ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാൻ തയ്യാറാവാത്ത രാഹുലിന്റെ പ്രതികരണം. എന്നാൽ പ്രശ്നം വയനാട് അനുഭവിക്കുന്ന പ്രശ്നം അതിസങ്കീർണമാണെന്നും പ്രശ്നപരിഹാരം ആ വിധത്തിൽ ദുഷ്കരമാണെന്നുമുള്ള ഒരു കുറ്റസമ്മതം കൂടി രാഹുൽ ഈ റോഡ് ഷോയിൽ നടത്തുകയുണ്ടായി. അനൂപ, പ്രവർത്തകരുടെ ഇടയിലടക്കം വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും ഒപ്പം തന്നെ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. എങ്കിൽ പോലും പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നതും പരിശോധിക്കേണ്ടി വരും, വിശേഷിച്ച് ലീഗ് പ്രവർത്തകരുടേത്. ഈ 2019 മുസ്ലിം ലീഗ് കൊടികൾ പ്രചാരണ പരിപാടികളിൽ എത്തിയതിനെ സംബന്ധിച്ചൊരു വിശകലനം കോൺഗ്രസ് നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ ഈ മുസ്ലിം ലീഗിന്റെ കൊടികൾ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക്, പ്രത്യേകിച്ച് വർഗീയ ധ്രുവീകരണം ഉളവാക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ശ്രമിച്ചിരുന്നു. ആ വിധത്തിലുള്ള പ്രചാരണം കോൺഗ്രസിന് തിരിച്ചടിയായി എന്നാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഒരു വിശകലനവും പോലും. ഏതായാലും അത്തരത്തിൽ ഈ ഘട്ടങ്ങളിൽ ഈ രാഹുലിന്റെ പ്രചാരണങ്ങളിൽ മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം എത്തിയത്. അത് കൂടുതൽ ശക്തമായി തന്നെ ഒരു കൊടികളും ഈ പ്രചാരണ പരിപാടികൾ ഉപയോഗിക്കുന്നില്ല. അത് ലീഗിന്റെ പ്രതിഷേധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സമവാക്യമാണ്. ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന വിധത്തിലാണ് ഇരു കൊടികളും ഒഴിവാക്കാമെന്നുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ ആ ഒത്തുതീർപ്പ് പ്രായോഗികമായി നടപ്പാകുന്നു എന്നതിന് പുറമെ ഇതിൽ ശക്തമായൊരു പ്രതിഷേധം ലീഗിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വയനാട്ടിൽ പ്രാദേശിക തലങ്ങളിൽ പോലും, പ്രാദേശിക ഘടകങ്ങളിൽ പോലും ഈ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകരോട് ഇക്കാര്യം സംബന്ധിച്ചുള്ള വിശദീകരണം നേതാക്കൾ നൽകുന്നുണ്ടെങ്കിലും ആ വിധത്തിൽ അതിൽ ഒരു തൃപ്തരല്ല അണികൾ. അത് കൃത്യമായി തന്നെ രാഹുലിന്റെ പ്രചാരണ പരിപാടികളിൽ പ്രകടമാവുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. രാഹുൽ ഗാന്ധി നമുക്കറിയാം 2019 എത്തുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈ റോഡ് ഷോകളിലേക്ക് മറ്റും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ലീഗിന്റെ ഒരു കടുത്ത അതിർത്തി, ലീഗ് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് പ്രവർത്തകർ എത്തുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അത് പ്രകടമാവുന്ന വിധത്തിലാണ് രാഹുലിന്റെ ഒരു റോഡ് ഷോ ഏതായാലും ബത്തേരിയിൽ നടന്നത്. തുടർന്ന് ഇനി പുൽപ്പള്ളിയിലും മാനന്തവാടിയിലുമെല്ലാം ഈ വിധത്തിൽ രാഹുലിന്റെ റോഡ് ഷോകൾ നടക്കുന്നുണ്ട്. ഏതായാലും കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നടപ്പാക്കി തുടങ്ങി. ശരി, അനൂപ് കെ.ആർ ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.